കല്ലറയ്ക്കൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതുമാതിരി ഫോറസ്റ്റുകാർ വന്ന് കയറ്റി. ഇവിടെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമുള്ളതാണ് ഇവിടെ പരിപാടി. ഇത് എപ്പോഴാണ് പുലർച്ചെയാണ് ഇത് വീണതല്ലേ? 1:30 വീണ രാത്രി. ആ സമയത്ത് അറിഞ്ഞിരുന്നു? അപ്പോൾ ശബ്ദം ഇവിടെ മറ്റുള്ള ആനകളിൽ ഇവിടെ ഒച്ചയായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ വന്ന് ആൾക്കാരെ അറിയിക്കരുത്. അപ്പോൾ സാറന്മാരും വന്നു. ഒരു സാറിന് ആന ഓടിച്ച് വീണ് ആ സാറ് ആസ്പത്രിയിലാണ്. ഒരു വനംവകുപ്പിലൊരു ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയോ? പരിക്ക് പറ്റിയിട്ടുണ്ട്. എപ്പോഴും ഏത് സമയത്തായിരുന്നു? ഒരു വെളുപ്പിനാണ് സംഭവം അറിഞ്ഞാൽ വന്നപ്പോഴാണ് സംഭവിച്ചത്. പുലർച്ചെയാണല്ലേ? ആ സമയത്ത് ഇവിടെ മറ്റ് ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റു ഇഷ്ടം ഇപ്പോഴും ആന മുകളിലുണ്ട്. ബാക്കി ആനക്കൂട്ടമൊക്കെ മുകളിൽ നിൽപ്പുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി വരാത്ത ഇപ്പോൾ ആൾക്കാരെ കണ്ട് ഓടി മാറിയിരിക്കണം. ആന അവിടെ ഉണ്ട്. പതിവായിട്ട് ആന വരുന്ന ഇവിടെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ പ്രദേശങ്ങളും. ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ ആന? ഓടിച്ച് ആൾക്കാർ ആന ഓടിച്ച് വീണിട്ടുണ്ട്. ഞാനും വീണിട്ടുള്ള ആന എന്നെ ഓടിച്ചത്. ഇവിടെ ചില വേറെ സംഭവിച്ചു. തോട്ടം മേഖലയാണ് ഈ ഭാഗം അല്ലേ? ഈ റബ്ബർ തോട്ടമാണ് ഈ സ്ഥലം. റബ്ബർ തോട്ടങ്ങളാണ് ഇതൊക്കെ. ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടെ വേറെ ശിവൻ ചേട്ടനെ ആന ഓടിച്ച് വീണ് ആ ചേട്ടൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ആന ഓടിക്കാൻ പോയതാണ് പുള്ളി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ആ സമയം മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉണ്ടല്ലോ. അവർ അറിയിച്ചാൽ ഇവിടെ വരും. അവരറിഞ്ഞാൽ അവരെല്ലാവരും ഓടി വരാറുണ്ട്. അവർ ഇവിടുത്തെ വാച്ചർമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓടി വരാറുണ്ട്. അവരൊന്നും അങ്ങനെ മോശമല്ല വരാറുണ്ട്. എല്ലാവരും അറിഞ്ഞാൽ അവർ എത്തും. അറിയിച്ചാൽ അവർ എത്താറുണ്ട്. പിന്നെ അവർക്ക് വാഹന സൗകര്യം ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഏഴാമറ്റിലെ മെമ്പറുടെ ജീപ്പാണ് അവർ ഉപയോഗിക്കാറ്. കൊടുത്തിട്ട് സഹായിക്കാറുണ്ട് അവരെ. കൃഷിനാശം സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. എല്ലാവരുടെ ഇവിടെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഇന്നലത്തെ വന്ന ആനയുടെ അപ്പുറത്ത് കൃഷി ഭൂമിയുണ്ട്. അത് നശിപ്പിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് കൃഷികളെല്ലാം നശിച്ചു പോവുകയാണ്.